മലയാള സാഹിത്യത്തിൽ നിന്നും മലയാള നാടിനോടും ഈ ലോകത്തിനോടും എം ടി വാസുദേവൻ നായർ വിട ചൊല്ലുകയാണ്. 91 വയസ്സിലാണ് എം ടി വാസുദേവൻ നായരുടെ അന്ത്യം സംഭവിക്കുന്നത്. ഈ 15-ാം തീയതിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖത്തെ തുടർന്ന് അദ്ദേഹത്തെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ആ നിമിഷം മുതൽ കേരളം ഒന്നാകെ, ലോകമെമ്പാടുമുള്ള മലയാള സാഹിത്യത്തിന്റെ പ്രേമികൾ, അനുവാചകർ, വായനക്കാർ ഒരുപോലെ പ്രാർത്ഥിച്ചിരുന്ന, പ്രതീക്ഷിച്ചിരുന്ന ഒന്ന് അദ്ദേഹത്തിന്റെ മടങ്ങി വരവായിരുന്നെങ്കിൽ ഇന്നിപ്പോഴിത് അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചു എന്ന വാർത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ് ഈ നിമിഷം ഉണ്ടാകുന്നത്. ജ്ഞാനപീഠ പുരസ്കാരം ഉൾപ്പെടെയുള്ള സാഹിത്യ ലോകത്തെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ടുള്ള എം ടി വാസുദേവൻ നായർ നമ്മളോട് വിട വാങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്ത അത്യന്തം വേദനയോടുകൂടി പ്രേക്ഷകരുമായി ഈ നിമിഷം പങ്കുവയ്ക്കുകയാണ്. കെ മധു വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. മധു, കേൾക്കരുതേ, ഉണ്ടാകരുതേ, അടുത്തൊന്നുമെന്ന് അത്രമേൽ ആഗ്രഹിച്ചൊരു വാർത്ത ഈ നിമിഷം കാതിൽ തേടിയെത്തുകയാണ്. പറയൂ. എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരവസാനമുണ്ട്. എം ടി വാസുദേവൻ നായർ അസ്തമിച്ചിരിക്കുന്നു. മലയാളത്തിന്റെ എഴുത്തിന്റെ ആത്മാവ് നിലച്ചിരിക്കുന്നു. ഈ നിമിഷം പറയാനുള്ള ഏറ്റവും സങ്കടഭരിതമായ കാര്യം അത് മാത്രമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ കഥ പറഞ്ഞ മലയാളത്തിന്റെ എഴുത്തുകാരൻ, കഴിഞ്ഞ 4 തലമുറകളെ, നമ്മുടേതടക്കമുള്ള തലമുറകളെ എല്ലാ കാലത്തും ഉത്തേജിപ്പിച്ച എഴുത്തുകാരൻ ഇനിയില്ല എന്ന കാര്യം വളരെ വേദനയോടെ നമുക്ക് ഈ നിമിഷം അംഗീകരിക്കേണ്ടി വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ലോകമെമ്പാടുമുള്ള മലയാളികൾ പ്രാർത്ഥിക്കുകയായിരുന്നു ഈ ഒരു വാർത്ത കേൾക്കരുതേ എന്ന്. ഈ ദിവസങ്ങളിൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വരുമ്പോഴൊക്കെ ഈ നിരത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ, വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അവരൊക്കെ ഓരോ നിമിഷവും പറഞ്ഞിരുന്ന ഒറ്റ കാര്യമുണ്ട്: എം ടിക്ക് എങ്ങനെയുണ്ട്. ആ എം ടി നിലച്ചിരിക്കുന്നു. എം ടി എന്നത് മലയാളത്തിൻ്റെ 4 തലമുറകളെ ഉത്തേജിപ്പിച്ച എഴുത്തുകാരൻ, മലയാള സാഹിത്യത്തെ വളരെ നിസ്സാരമായൊരു ഭാഷയെ, വളരെ ചെറിയൊരു ഭാഷയെ വിശ്വസാഹിത്യത്തിൻ്റെ അങ്ങേയറ്റത്തെ പ്രതിഷ്ഠിച്ച ആ എഴുത്തുകാരൻ ഇനിയില്ല എന്ന സത്യം ഈ നിമിഷം നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്നു. എം ടി വാസുദേവൻ നായർ അന്തരിച്ചിരിക്കുന്നു. ഈ നിമിഷം ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരം ഇതാണ്. പക്ഷേ എം ടി അനശ്വരനാവുകയാണ്. എം ടി വാസുദേവൻ നായർ ഈ നിമിഷത്തിൽ, ഇന്ന് ക്രിസ്മസിൻ്റെ ദിനമാണ്, ഈ ക്രിസ്മസ് ദിനത്തിൽ ആകാശത്തിൻ്റെ അങ്ങേ ചെരുവിൽ മറ്റൊരു നക്ഷത്രം ഉദിക്കുന്നു. എം ടി വാസുദേവൻ നായർ എന്ന ഒരു നക്ഷത്രം അനശ്വരമായി ആകാശത്തിൻ്റെ അങ്ങേ ചെരുവിൽ ഉദിക്കുന്നു എന്ന് ഈ നിമിഷം നമുക്ക് പറയാനാവും. രാത്രി 10 മണിക്ക് ആണ് അന്ത്യം എന്നാണ് ആശുപത്രിയുടെ വിവരങ്ങൾ നമുക്ക് നൽകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളെല്ലാവരും വേദനയോടെ കാത്തിരുന്നത്, വേദനയോടെ നമ്മൾ പ്രാർത്ഥിച്ചത് ഈ ഒരു നിമിഷം അംഗീകരിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു. എം ടി വാസുദേവൻ നായർ ഇനിയില്ല. തീർച്ചയായിട്ടും മധു സൂചിപ്പിച്ച പോലെ തന്നെ സത്യം ഇങ്ങനെയാണെങ്കിലും, നമ്മൾ വസ്തുത ഇതാണെങ്കിലും, ഈ ഒരു നിമിഷം ഉണ്ടാകരുതേ എന്ന് നമ്മളൊക്കെ അത്രമേൽ ആഗ്രഹിച്ച ആ നിമിഷത്തിലേക്ക് തന്നെ എത്തുകയാണ്. ഒരു കാലം കഴിയുകയാണ്. ഒരു മഞ്ഞുകാലത്ത് മലയാളിക്കെന്നും എക്കാലവും എഴുത്തിലൂടെ, സിനിമയിലൂടെയൊക്കെ ചെറുപുഞ്ചിരി സമ്മാനിച്ച ആ എഴുത്തുകാരൻ വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ നിമിഷം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. സാഹിത്യ കുലപതിക്ക് വിട ചൊല്ലുകയാണ് നാട്. 91-ാം വയസ്സിലാണ് എം ടി വാസുദേവൻ നായരുടെ, കൂടല്ലൂർക്കാരനായിട്ടുള്ള എം ടി വാസുദേവൻ നായരുടെ അന്ത്യം സംഭവിക്കുന്നത്. മധു, അദ്ദേഹത്തെ പറ്റി എവിടെ നിന്ന് പറഞ്ഞു തുടങ്ങണമെന്ന് പോലും നമുക്കറിയില്ല. മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം ആ തരത്തിൽ പറയണമോ, അതോ നമ്മളൊക്കെ വളർന്നു വന്നിട്ടുള്ള കാലഘട്ടത്തിൽ എം ടി അടയാളപ്പെടുത്തിയിട്ടുള്ള എം ടിയുടെ കഥകളിലൂടെ നമ്മുടെ ജീവിതം നമ്മൾ അടയാളപ്പെടുത്തുന്നതിലൂടെ പറയണമോ? എവിടെ നിന്ന് അറിയണമെന്നില്ല, എവിടെ നിന്ന് തുടങ്ങണമെന്ന് മനസ്സിലാകുന്നില്ല. പറയൂ. 1933 അദ്ദേഹം ജനിച്ചത്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ കാലം എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയുടെ പേരാണ്, ഒരു നോവലിൻ്റെ പേരാണ്. പക്ഷേ ആ കാലം, കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ചരിത്രം എന്ത് എന്ന് നമുക്ക് നമുക്കും ഭാവി തലമുറയ്ക്കും ഓർമ്മിപ്പിക്കാൻ എം ടി എന്ന ഒറ്റ എഴുത്തുകാരനെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഒരു ആത്മകഥ എഴുതിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ മലയാളി കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചത് എങ്ങനെ എന്ന് തിരിച്ചറിഞ്ഞത് ആ എം ടി വാസുദേവൻ നായരുടെ എഴുത്തുകളിലൂടെയാണ്. നമുക്ക് ലോകത്തിൻ്റെ സമക്ഷം മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരേ ഒരു എഴുത്തുകാരൻ, നമുക്ക് ധൈര്യമായി പറയാവുന്ന ഒരു എഴുത്തുകാരൻ്റെ അന്തസ്സെന്ത് എന്ന് അദ്ദേഹം എപ്പോഴും നമ്മളോട് വിളിച്ചു പറഞ്ഞിരുന്നു, ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ഇത്രയും നാളും എം ടി, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാഴ്ചയിലേറെയായി എം ടി ഇവിടെ ആശുപത്രിയിലുണ്ട്.
പക്ഷെ അദ്ദേഹം ഒരിക്കലും ഇത്തരത്തിൽ എല്ലാവരെയും ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ടുള്ള ഒരു മരണം അദ്ദേഹം ആഗ്രഹിച്ചിട്ടേയില്ല. ഒരുപക്ഷെ JD സാലിംഗറെ പോലെ അജ്ഞാതനായി മരിക്കണം എന്ന് അദ്ദേഹം എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു, അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു.